Let's start learning English. ഹലോ മക്കളെ, വെൽക്കം ടു ക്ലാസ് 34. നമ്മൾ 34ാമത്തെ ക്ലാസ്സിലെത്തിയിരിക്കുന്നു. എല്ലാവരും അറ്റൻഡൻസ് ഇട്ടോളൂ. ഫസ്റ്റ് അറ്റൻഡൻസ്. ഓക്കെ, ടീച്ചർ ഇതുവരെ എടുത്ത ആക്ഷൻ വേർഡ്സിൻ്റെ ബേസ് ഫോം ഒന്ന് അർത്ഥം പറയാം. ഓക്കെ, കൂടെ മക്കളും വായിച്ചോളൂ. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് വീക്ഷിക്കുക കാണുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മെയ്ക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫാൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറക്കുക, ഗിവ് നൽകുക, ഹിയർ കേൾക്കുക, ലിസൺ ശ്രദ്ധിച്ച് കേൾക്കുക, കീപ്പ് വയ്ക്കുക, നോ അറിയുക, ലീഡ് നയിക്കുക, ലെൻഡ് കടം നൽകുക, റൈസ് ഉയരുക ഉദിക്കുക, സെൽ വിൽക്കുക, സ്പെൻഡ് ചെലവഴിക്കുക ചെലവാക്കുക, അഡ്വൈസ് ഉപദേശിക്കുക, പുഷ് തള്ളുക, പുൾ വലിക്കുക, ട്രൈ ശ്രമിക്കുക, ഫ്രൈ പൊരിക്കുക, ക്രൈ കരയുക. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവരും ഒന്ന് കൂടി അറ്റൻഡൻസ് ഇടൂ. സെക്കൻഡ് അറ്റൻഡൻസ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വാക്കാണ് വൃത്തിയാക്കുക, അഴുക്കകറ്റുക, ക്ലീൻ. പൊതുവേ നമ്മൾ ഈ ക്ലീൻ എന്നുള്ള വാക്ക് ടൈഡി എന്നുള്ള വാക്കിനൊപ്പം യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, അത് ഉപയോഗിക്കുന്ന സമയത്ത് പലർക്കും വരുന്ന കൺഫ്യൂഷനാണ് എന്ത്, ഈ ക്ലീൻ ആൻഡ് ടൈഡി എന്ന് പറയുന്ന സംഗതി ഒരേ അർത്ഥത്തിൽ വരുന്നതാണോ? അല്ല, അതിന് രണ്ടിനും രണ്ടർത്ഥമാണ്. ഓക്കെ, ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കുകളൊക്കെ ഒഴിവാക്കുന്ന പ്രക്രിയയാണ്. അഴുക്കുകൾ ഉണ്ടാവില്ല, പക്ഷേ അടുക്കുണ്ടാവണോ? അതുണ്ടാവണം എന്നില്ല, നിർബന്ധമില്ല. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ടേബിൾ, നമ്മൾ പഠിക്കുന്ന ഒരു ടേബിൾ, ആ ടേബിളിൻ്റെ പുറത്ത് എന്താണ്, കുറച്ച് ചായം അറിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷ്യവസ്തു പറ്റി. ഓക്കെ, അവിടെ അത് ഉണങ്ങി പിടിച്ചു, അവിടെ അഴുക്കായി. അവിടെ ഒരുപാട് പുസ്തകങ്ങളും ഉണ്ട്. ആ പുസ്തകങ്ങൾ നേരെ അട്ടിക്കൊന്നും വച്ചിട്ടില്ല, ഇങ്ങനെ വലിച്ചു വാരിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാണ്, ടീച്ചർ പോയിട്ട് ഒരു ചെറിയ തുണി എടുത്ത് എന്ത് ചെയ്യുന്നു, അവിടെ ആ അഴുക്ക് പറ്റിയ ഇടങ്ങളൊക്കെ എന്താണ് തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ടീച്ചർ പോവാണ്. അപ്പോൾ ആ പ്രവൃത്തിയെ എന്ത് ചെയ്യുക എന്നാണ് പറയുക? ക്ലീൻ ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ, ക്ലീൻ വൃത്തിയാക്കുക, അഴുക്കകറ്റുക. പക്ഷേ പുസ്തകങ്ങൾ ടീച്ചർ അടുക്കി വെച്ചോ? ഇല്ല, അതവിടെ വിതറി കിടക്കുന്നുണ്ട്, ചിതറി കിടക്കുകയാണ് അവിടെ ടേബിളിൻ്റെ പുറത്ത്. എന്നാലും അതിനെ ക്ലീൻ തന്നെയാണ് പറയുക.
ഓക്കെ, അഴുക്കില്ലാത്ത അവസ്ഥയാണ് ക്ലീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അഴുക്കില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു. ഓക്കെ, അഴുക്കകറ്റലാണ് ക്ലീൻ ചെയ്യുക. ഓക്കെ, നമ്മൾ തുടക്കുക, അടിച്ചു വാരുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, അതൊക്കെ എന്താണ്, ക്ലീൻ എന്നുള്ള പ്രവൃത്തിയാണ്. ഓക്കെ, ക്ലീൻ വൃത്തിയാക്കുക, അഴുക്കകറ്റുക. ഇവിടെ ടീച്ചറത് 2 ഗ്രാഫിക്സ് ഇവിടെ ആഡ് ചെയ്തത്, അത് രണ്ടും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് രണ്ടും വൃത്തിയാക്കുകയാണ് അല്ലേ, അഴുക്ക് പറ്റിയതൊക്കെ ഒഴിവാക്കി കളയാണ്, തുടച്ച് കളയാണ്. ഓക്കെ, ക്ലീൻ ചെയ്യുകയാണ്. ഓക്കെ, ക്ലീൻ, CLEAN, ക്ലീൻ, CLEAN, ക്ലീൻ, CLEAN, ക്ലീൻ, വൃത്തിയാക്കുക, അഴുക്കകറ്റുക. ഇനി വൃത്തിയാക്കി എന്ന് പറയുക എങ്ങനെയായിരിക്കും? ക്ലീൻഡ്, ED ആഡ് ചെയ്യുക, CLEANED, ക്ലീൻഡ്, ക്ലീൻഡ്, ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്. V1 form base form clean, V2 form past form cleaned, V3 form past participle form cleaned. Clean, cleaned, cleaned, clean, cleaned, cleaned. Okay, clean, ക്ലീൻ അല്ല, ക്ലീ, നാവ് മടങ്ങരുത്, നാവ് പരത്തി വെക്കണം. ഓക്കെ, ക്ലീൻ, ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്. ഓക്കെ, വൃത്തിയാക്കുക, ക്ലീൻ, വൃത്തിയാക്കി, ക്ലീൻഡ്, വൃത്തിയാക്കപ്പെട്ടു, ക്ലീൻഡ്. ഓക്കെ, V2ഉം V3യും സെയിം തന്നെയാണ്, ക്ലീൻഡ്. ഓക്കെ, ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്, ക്ലീൻ, വൃത്തിയാക്കുക, ക്ലീൻഡ്, വൃത്തിയാക്കി, ക്ലീൻഡ്, വൃത്തിയാക്കപ്പെട്ടു, ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്. ഓക്കെ, വൃത്തിയാക്കുക, ക്ലീൻ, വൃത്തിയാക്കി, ക്ലീൻഡ്, വൃത്തിയാക്കപ്പെട്ടു, ക്ലീൻഡ്. ഓക്കെ, V1 form base form clean, V2 form past form cleaned, V3 form past participle form cleaned. ഓക്കെ, വൃത്തിയാക്കുക, ക്ലീൻ, സ്പെല്ലിങ് ശ്രദ്ധിക്കുക. ഇനി വൃത്തിയാക്കുന്നു, അതിനെ എങ്ങനെ പറയാം? ING ചേർക്കുക അല്ലേ. V1 ഫോം ബേസ് ഫോമിലേക്ക് ING ചേർത്തെഴുതിയാൽ മതിയാവും. സ്പെല്ലിങ്ങിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ക്ലീൻ, ക്ലീൻഡ്, ക്ലീനിങ്, ക്ലീൻ, ക്ലീൻഡ്, ക്ലീനിങ്. ഓക്കെ, ക്ലീൻ, CLEAN, ക്ലീൻ, ക്ലീൻഡ്, CLEANED, ക്ലീൻഡ്. പിന്നെന്താണ്? ക്ലീനിങ്, CLEANING, ക്ലീനിങ്, ക്ലീനിങ്. വൃത്തിയാക്കുക, ക്ലീൻ, വൃത്തിയാക്കി, ക്ലീൻഡ്, വൃത്തിയാക്കുന്നു, ക്ലീനിങ്. വൃത്തിയാക്കുക, ക്ലീൻ, വൃത്തിയാക്കി, ക്ലീൻഡ്, വൃത്തിയാക്കുന്നു, ക്ലീനിങ്. V1 form base form clean, V2 form past form cleaned, V3 form past participle form cleaned, V4 form present participle form cleaning, V5 form third person singular present form cleans. അതിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? V1 ഫോം ബേസ് ഫോം ആയ ക്ലീനിലേക്ക് ഒരു S ചേർത്തെഴുതിയാൽ മാത്രം മതിയാവും. ഓക്കെ, V1 ഫോം ബേസ് ഫോം ക്ലീൻ, V2 form past form cleaned, V3 form past participle form cleaned, V4 form present participle form cleaning, V5 form third person singular present form cleans. Clean, cleaned, cleaned, cleaning, cleans. Clean, cleaned, cleaned, cleaning, cleans. V1 form base form clean, V2 form past form cleaned, V3 form past participle form cleaned, V4 form present participle form cleaning, V5 form third person singular present form cleans. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് സെൻറ്റൻസസിലോട്ട് പോകാം. We should clean our rooms. We should clean our rooms. We should clean our rooms. എന്താണ് അർത്ഥം വരുന്നത്? നമ്മൾ നമ്മുടെ മുറികൾ വൃത്തിയാക്കണം. ഷുഡ് ക്ലീൻ, വൃത്തിയാക്കണം. നമ്മൾ
നമ്മുടെ മുറികൾ വൃത്തിയാക്കണം. We should clean our rooms. Okay? She cleaned the table after dinner. She cleaned the table after dinner. She cleaned the table after dinner. അത്താഴത്തിനു ശേഷം അവൾ മേശ വൃത്തിയാക്കി. അത്താഴത്തിനു ശേഷം അവൾ മേശ വൃത്തിയാക്കി. She cleaned the table after dinner. ഡിന്നർ എന്നുള്ളത് അത്താഴം. ഓക്കെ, അത്താഴം, രാത്രി ഭക്ഷണം. She cleaned the table after dinner. The house has been cleaned thoroughly. The house has been cleaned thoroughly. Has been cleaned. ഇവിടെ V3 ഫോം ആണ്. The house has been cleaned thoroughly. വീട് നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. The house has been cleaned thoroughly. വീട് നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. The house has been cleaned thoroughly. He is cleaning the windows. He is cleaning the windows. He is cleaning the windows. അവൻ ജനാലകൾ വൃത്തിയാക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നു. Is cleaning. Okay? He is cleaning the windows. അത് he was cleaning എന്നാണെങ്കിലോ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞു പോയ ഒരു സമയത്ത് തുടർച്ചയായി ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴേ ചെയ്യുമ്പോൾ is cleaning. കഴിഞ്ഞു പോയൊരു ടൈമിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ was cleaning. ഓക്കെ, he is cleaning the windows. He is cleaning the windows. അവൻ ജനാലകൾ വൃത്തിയാക്കുകയാണ്. അടുത്തത്, my brother cleans his shoes every day. My brother cleans his shoes every day. My brother cleans his shoes every day. എൻ്റെ സഹോദരൻ എല്ലാ ദിവസവും ഷൂസ് വൃത്തിയാക്കുന്നു, വൃത്തിയാക്കാറുണ്ട്, വൃത്തിയാക്കും. ഓക്കെ, അത് ആളുടെ എന്താണ്, ശീലമാണ്. My brother cleans his shoes every day. My brother cleans his shoes every day. Okay, we should clean our rooms. She cleaned the table after dinner. The house has been cleaned thoroughly. He is cleaning the windows. My brother cleans his shoes every day. Okay, അപ്പോൾ ടീച്ചറുടെ കൂടെ തന്നെ ഒരു 3 തവണ വായിക്കാം. We should clean our rooms. We should clean our rooms. We should clean our rooms. She cleaned the table after dinner. She cleaned the table after dinner. She cleaned the table after dinner. The house has been cleaned thoroughly. The house has been cleaned thoroughly. The house has been cleaned thoroughly. He is cleaning the windows. He is cleaning the windows. He is cleaning the windows. My brother cleans his shoes every day. My brother cleans his shoes every day. My brother cleans his shoes every day. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യണം? ക്ലീൻ, വൃത്തിയാക്കുക എന്നുള്ള വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഇവിടെ കോമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത വാക്കിലോട്ട് പോകാം. അടുത്ത വാക്കാണ് ടൈഡി, അടുക്കും ചിട്ടയുമാക്കുക. നേരത്തെ ടീച്ചർ പറഞ്ഞു, ഒരു ടേബിള് ടീച്ചർ എന്ത് ചെയ്തു, പോയി ഒരു തുണി കഷ്ണം എടുത്ത് തുടച്ച് വൃത്തിയാക്കി, പുസ്തകങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ വെച്ച് പോയി. അപ്പോൾ അവിടെ എന്താ ചെയ്തത്? ടീച്ചർ ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത്. നേരെ മറിച്ച് ഞാൻ തുടക്കാതെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ആ പുസ്തകങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ്, ചിട്ടയിൽ വെക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണ്? ടൈഡി ചെയ്യുകയാണ്. ടൈഡി. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കുകയും ചെയ്തു, അവിടെ പുസ്തകങ്ങൾ അടുക്കി പെറുക്കുകയും ചെയ്തു എങ്കിൽ, അടുക്കി പെറുക്കി വെക്കുകയും ചെയ്താൽ ഞാൻ എന്ത് ചെയ്തു? ക്ലീനും ചെയ്തു, ടൈഡിയും ചെയ്തു. ഓക്കെ, അപ്പോഴെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്ലീൻ ടേബിൾ ടൈഡി ആവണമെന്നില്ല. അതുപോലെ തന്നെ ടൈഡി ആയി വെച്ചിട്ടുള്ള ഒരു ടേബിൾ ക്ലീൻ ആവണമെന്നുമില്ല. ക്ലീൻ ആൻഡ് ടൈഡി ആർ ടു ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ്. ഓക്കെ, അത് വേറെ തന്നെയാണ്. ഒന്ന് അടുക്കി പെറുക്കി വെക്കുക, മറ്റേത് വൃത്തിയാക്കുക. ഒന്നിൽ അഴുക്ക് ഉണ്ടാവില്ല, പക്ഷേ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലീൻ ആയതുകൊണ്ട് ടൈഡി ആകണമെന്നില്ല, ടൈഡി ആയതുകൊണ്ട് ക്ലീൻ ആകണമെന്നില്ല. ഓക്കെ, അത് രണ്ടാണ്, ഓർത്ത് വെക്കുക. ഇത് കൂടാതെ ഒരു സംഗതി കൂടിയുണ്ട്. എന്താണ്? ക്ലീൻ, ടൈഡി, പിന്നെ ഒരു നീറ്റും. അത് മൂന്നാമത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നത്. ഓക്കെ, പക്ഷെ അത് ആക്ഷൻ വേർഡ് അല്ല. ഓക്കെ, നമ്മളിവിടെ ആക്ഷൻ വേർഡ്സ് ആണ് നോക്കുന്നത്. ക്ലീൻ, ടൈഡി. ഓക്കെ, TIDY, ടൈഡി, അടുക്കും ചിട്ടയും ആക്കുക, അതാണ് ടൈഡി. TIDY, ടൈഡി. TIDY, ടൈഡി, അടുക്കും ചിട്ടയും ആക്കുക. അടുക്കും ചിട്ടയും ആക്കി എന്ന് പറയുക എങ്ങനെയായിരിക്കും? ടൈഡീഡ്, 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 ടൈഡീഡ്. ഓക്കെ, TIDIED. ശരിക്കും V1 ഫോം, ബേസ് ഫോം എങ്ങനെയാണ്? TIDY, TIDY, ടൈഡി. അതിൽ Y എടുത്ത് കളഞ്ഞ് IED എന്ന് ചേർത്ത് കഴിഞ്ഞാൽ V2 ഫോമും V3 ഫോം ആയി. ഓക്കെ, ടൈഡി, ടൈഡീഡ്, ടൈഡീഡ്. ഓക്കെ, V1 ഫോം, ബേസ് ഫോം ടൈഡി, V2 ഫോം, പാസ്റ്റ് ഫോം ടൈഡീഡ്, V3 form, past participle form, tidied. Tidy, tidied, tidied. Okay, tidy, tidied, tidied. Okay, TIDY, tidy, TIDIED, 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 tidied. Okay, V1 form, base form tidy, TIDY. V2 form, past form tidied, TIDIED. V3 form, past participle form tidied, TIDIED. Okay, tidy, അടുക്കും ചിട്ടയുമാക്കുക. ഓക്കെ, ഇനി എന്താണ്? അടുക്കും ചിട്ടയും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൈഡിയിങ്, ടൈഡിയിങ്, ടൈഡിയിങ്. ഓക്കെ, ടൈഡിയിങ്. അതെങ്ങനെയാണ് എഴുതുക? TIDY എന്ന ബേസ് ഫോമിൻ്റെ അടുത്തേക്ക് ഒരു ING ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് V4 ഫോം, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം കിട്ടും. ഓക്കെ, ടൈഡിയിങ്, ടൈഡി, ടൈഡീഡ്, ടൈഡിയിങ്. ടൈഡി, അടുക്കും ചിട്ടയും ആക്കുക. ടൈഡീഡ്, അടുക്കും ചിട്ടയുമാക്കി. ടൈഡിയിങ്, അടുക്കും ചിട്ടയുമാക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? V1 form, base form tidy. V2 form, past form tidied. V3 form, past participle form tidied. V4 form, present participle form tidying. V5 form, third person singular present form tidies. ഈ tidies എഴുതുന്ന സമയത്ത് എന്താണ് നമ്മൾ tidied ആക്കിയതുപോലെ തന്നെ Y പുറത്തേക്ക് കളഞ്ഞിട്ട് IES ചേർക്കും. IES, tidies, IES, tidies. ഓക്കെ, TIDIES. നമ്മൾ ബേസ് ഫോമിലുള്ള Y എടുത്ത് കളഞ്ഞ് അതിൽ IES ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? V5 ഫോം, തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം, V5 ഫോം. ഓക്കെ, V5 ഫോം. ഓക്കെ, V1 form, base form tidy. V2 form, past form tidied. V3 form, past participle form tidied. V4 form, present participle form tidying. V5 form, third person singular present form tidies. V1 form, base form tidy. V2 form, past form tidied. V3 form, past participle form tidied. V4 form, present participle form tidying. V5 form, third person singular present form
ടൈഡീസ്. ഓക്കെ അല്ലേ? സ്പെല്ലിങ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് സെൻറ്റൻസസിലോട്ട് പോകാം. Please tidy your room. Please tidy your room. Please tidy your room. ദയവായി നിങ്ങളുടെ മുറി അടുക്കിലും ചിട്ടയിലുമാക്കൂ. ഓക്കെ, ദയവായി നിങ്ങളുടെ മുറി അടുക്കിലും ചിട്ടയിലുമാക്കൂ. ഓക്കെ, പ്ലീസ് ടൈഡി യോർ റൂം. She tidied the desk quickly. Quickly അതെന്താണ്? ആഡ്വേർബ് ആണ് അല്ലേ? കാരണം എന്തേ? ടൈഡീഡ് എന്നുള്ള വേർബിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഷീ ടൈഡീഡ് ദ ഡെസ്ക് ക്വിക്ക്ലി. അവൾ മേശ വേഗത്തിൽ വൃത്തിയാക്കി. അവൾ വേഗം മേശ വൃത്തിയാക്കി എന്നൊക്കെ പറയാം. ഓക്കെ, ഷീ ടൈഡീഡ് ദ ഡെസ്ക് ക്വിക്ക്ലി. അവൾ വേഗത്തിൽ മേശ വൃത്തിയാക്കി. അവൾ മേശ വേഗത്തിൽ വൃത്തിയാക്കി. ഓക്കെ, നെക്സ്റ്റ്. ഹീ ഈസ് ടൈഡിയിങ് അപ്പ് ബിഫോർ ദ ഗെസ്റ്റ്സ് അറൈവ്. He is tidying up before the guests arrive. നമ്മൾ ടൈഡി വെച്ച് പറഞ്ഞതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥത്തിലേക്ക് പോകുന്നതാണ് ഈ സെൻറ്റൻസ്. അതിനാണ് ടീച്ചർ ഈ സെൻറ്റൻസ് തന്നെ ഇട്ടത്, ടൈഡി അപ്പ്. നമ്മൾ കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുകയാണ്. പക്ഷേ ടൈഡി അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേഷമൊക്കെ ഒന്ന് ഒതുക്കുക. നമ്മളിപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കുക, നമ്മുടെ ഡ്രസ്സ് ഒന്ന് ഒതുക്കുക. പിന്നെ അതാണ് ഈ ടൈഡിയിങ് അപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈഡി അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ടേബിളിൽ അടുക്കും ചിട്ടയും കൊണ്ടുവരിക, നമ്മൾ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുക. ഇപ്പോൾ റൂമിനകത്ത് അടുക്കും ചിട്ടയും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അടുക്കി പെറുക്കി വെക്കുക, അതത് സ്ഥാനത്ത് വെക്കുക, വൃത്തിയിൽ ചിട്ടയോടെ വെക്കുക, ഒരു ഓർഡറിൽ വെക്കുക. അത് നമ്മൾ ടൈഡി അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഈ പറഞ്ഞതുപോലെ എന്താണ്, ഇപ്പോൾ മുഖം, അതായത് വൃത്തി ഉണ്ടാകും നമ്മൾ, പക്ഷേ നമ്മൾ എന്തായിരിക്കില്ല, ടൈഡി ആയിരിക്കില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് പുറത്തു പോകുന്ന ഒരു രീതിയിലായിരിക്കും നിങ്ങൾ. അല്ല, ചിലപ്പോൾ മുടിയൊക്കെ, ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ മുടിയൊക്കെ വലിയ ബണ്ണ് കെട്ടി വയ്ക്കും. പിന്നെന്താണ്, നമ്മൾ വീട്ടിലിടുന്ന രീതിയിലുള്ള ഡ്രസ്സായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നില്ല ഡ്രസ്സ് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. പക്ഷേ ടൈഡി അപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്താക്കുക, ഒന്ന് ശ്രദ്ധിച്ച് റെഡിയാക്കി വെക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഹി ഈസ് ടൈഡിയിങ് അപ്പ് ബിഫോർ ദ ഗെസ്റ്റ്സ് അറൈവ്. അവൻ അതിഥികൾ വരുന്നതിന് മുൻപ് ഒന്ന് എന്താണ്, വൃത്തിയാകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ പറയുക. പക്ഷെ വൃത്തിയാകുന്നതല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് റെഡി ആവുകയാണ്, ടൈഡി അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ടൈഡി എന്ന് തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഹി ഈസ് ടൈഡിയിങ് അപ്പ് ബിഫോർ ദ ഗെസ്റ്റ്സ് അറൈവ്. അവൻ അതിഥികൾ വരുന്നതിന് മുൻപായി ഒന്ന് റെഡി ആവുകയാണ്, അല്ലെങ്കിൽ ടൈഡി ആവുകയാണ് എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. അർത്ഥം നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ്. മൈ മോം tidies the living room every morning. My mom tidies the living room every morning. എൻ്റെ അമ്മ എല്ലാ ദിവസവും രാവിലെ സ്വീകരണമുറി വൃത്തിയാക്കും. എൻ്റെ അമ്മ എല്ലാ ദിവസവും രാവിലെ സ്വീകരണമുറി വൃത്തിയാക്കാറുണ്ട്, വൃത്തിയാക്കുന്നു. അതായത് അതൊരു ഹാബിറ്റാണ്, ശീലമാണ്. ഓക്കെ, മൈ മോം ടൈഡീസ് ദ ലിവിങ് റൂം എവറി മോർണിംഗ്. എല്ലാ രാവിലെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊരു ശീലമാണ്, ഹാബിറ്റാണ്. ഓക്കെ, എൻ്റെ അമ്മ എല്ലാ ദിവസവും രാവിലെ സ്വീകരണമുറി വൃത്തിയാക്കാറുണ്ട്, വൃത്തിയാക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എന്ത് ചെയ്യാം, ടീച്ചറിൻ്റെ ഒപ്പം ഒരു 3 തവണ സെൻറ്റൻസസ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, പ്ലീസ് ടൈഡി യോർ റൂം. പ്ലീസ് ടൈഡി യോർ റൂം. പ്ലീസ് ടൈഡി യോർ റൂം. She tidied the desk quickly. She tidied the desk quickly. She tidied the desk quickly. The house has been tidied. The house has been tidied. The house has been tidied. He is tidying up before the guests arrive. He is tidying up before
the guests arrive. He is tidying up before the guests arrive. My mom tidies the living room every morning. My mom tidies the living room every morning. My mom tidies the living room every morning. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ ടൈഡി എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഒക്കെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത വാക്കാണ് ഡ്രൈ. ഇന്നലത്തെ ക്ലാസ്സിൽ ടീച്ചർ ഇതുപോലെ തന്നെയുള്ള 3 വാക്കുകൾ പഠിപ്പിച്ചു അല്ലേ? ട്രൈ, ഫ്രൈ, ക്രൈ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഡ്രൈയും. അർത്ഥം ഉണക്കുക, ഉണങ്ങുക. ഉണങ്ങുക, ഉണക്കുക. ഡ്രൈ, DRY. അവിടെ ടീച്ചർ 2 ചിത്രങ്ങൾ ചേർത്തത് കണ്ടില്ലേ അല്ലേ? തുണി ആറാനിട്ടിരിക്കുകയാണ് അല്ലേ? ഉണങ്ങാനിട്ടിരിക്കുകയാണ്. സൂര്യൻ്റെ പ്രകാശമേറ്റ് അല്ലെങ്കിൽ വെയിലേറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അല്ലേ? പിന്നെ വലതുവശത്ത് എന്താണ്? ഒരു മരം ഉണങ്ങിപ്പോയിരിക്കുകയാണ്. ഓക്കെ, ഉണങ്ങുക, ഉണക്കുക. ഡ്രൈ, DRY, DRY, ഡ്രൈ, ഡ്രൈ, DRY, ഡ്രൈ, DRY, ഡ്രൈ. ഓക്കെ, ഉണങ്ങുക, ഉണക്കുക. ഡ്രൈ, DRY. ഇനി ഉണങ്ങി, ഉണങ്ങിപ്പോയി അല്ലെങ്കിൽ ഉണക്കി, ഉണക്കപ്പെട്ടു എന്നൊക്കെ എങ്ങനെ പറയാം? ഡ്രൈഡ്. നമ്മുടെ ട്രൈ, ഫ്രൈ, ക്രൈ പോലെ തന്നെ. DRIED, ഡ്രൈഡ്. V1 form base form dry, DRY. V2 form past form dried, DRIED. V3 form past participle form dried, DRIED. Dry, dried, dried. Dry, dried, dried. DRY, dry, DRIED, 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 dried. V1, V2, V3. Okay? V1 form base form dry, V2 form past form dried, V3 form past participle form dried. V1 form base form dry, DRY. V2 form past form dried, DRIED. V3 form past participle form dried, DRIED. Okay le? ഇനി ഉണങ്ങുന്നു, ഉണക്കുന്നു. ഡ്രൈയിങ്, DRYING. ജസ്റ്റ് ING ചേർത്ത് വെക്കാനേ ഉള്ളൂ V1 ഫോം ബേസ് ഫോമിലേക്ക്. ഓക്കെ, ഡ്രൈയിങ്, ഡ്രൈയിങ്, DRYING. ഡ്രൈയിങ്, ഡ്രൈ, ഡ്രൈഡ്, ഡ്രൈയിങ്. ഡ്രൈ, ഉണങ്ങുക, ഉണക്കുക. ഡ്രൈഡ്, ഉണങ്ങി, ഉണക്കി. ഡ്രൈയിങ്, ഉണങ്ങുന്നു, ഉണക്കുന്നു. ഓക്കെ, ഡ്രൈ, ഉണങ്ങുക, ഉണക്കുക. ഡ്രൈഡ്, ഉണങ്ങി, ഉണക്കി. ഡ്രൈയിങ്, ഉണങ്ങുന്നു, ഉണക്കുന്നു. ഓക്കെ, V1 form base form dry, V2 form past form dried, V3 form past participle form dried, V4 form present participle form drying, V5 form third person singular present form dries. ഡ്രൈസ് എന്ന് എഴുതുന്ന സമയത്ത് DRYയിൽ നിന്ന് Y പോയി IES വരും. ഡ്രൈസ്, DRIES. നമ്മൾ ട്രൈ, ഫ്രൈ, ക്രൈ പഠിച്ചില്ലേ? അതുപോലെ തന്നെയാണ് ഈ എന്താണ് ഡ്രൈയും. ഓക്കെ, V1 form base form dry, V2 form past form dried, V3 form past participle form dried, V4 form present participle form drying, V5 form third person singular present form dries. Dry, dried, dried, drying, dries. Dry, dried, dried, drying, dries. V1 form base form dry, V2 form past form dried, V3 form past participle form dried, V4 form present participle form drying, V5 form third person singular present form dries. Dry, dried, dried, drying, dries. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് സെൻറ്റൻസസിലോട്ട് പോകാം.
Okay. I will dry the dishes. I will dry the dishes. I will dry the dishes. ഡിഷസ് എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് വിഭവം എന്നുള്ള വിഭവം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല പാത്രങ്ങൾ എന്നുള്ള അർത്ഥത്തിലും നമ്മൾ ഡിഷസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഡിഷസ്. ഓക്കെ. ഐ വിൽ ഡ്രൈ ദ ഡിഷസ്. ഞാൻ പാത്രങ്ങൾ ഉണക്കാം. ഞാൻ പാത്രങ്ങൾ ഉണക്കാം. ഐ വിൽ ഡ്രൈ ദ ഡിഷസ്. ഓക്കെ. യെസ്റ്റർഡേ ഷീ ഡ്രൈഡ് ഹർ ഹെയർ. Yesterday she dried her hair. Yesterday she dried her hair. Yesterday she dried her hair. ഇന്നലെ അവൾ അവളുടെ മുടി ഉണക്കി. Yesterday she dried her hair. Yesterday she dried her hair. Okay. The clothes have dried in the sun. The clothes have dried in the sun. വസ്ത്രങ്ങൾ വെയിലത്ത് ഉണങ്ങിയിട്ടുണ്ട്. The clothes have dried in the sun. The clothes have dried in the sun. വസ്ത്രങ്ങൾ വെയിലത്ത് ഉണങ്ങിയിട്ടുണ്ട്. The clothes have dried in the sun. അടുത്തത് he is drying the car now. 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 അവൻ ഇപ്പോൾ കാർ ഉണക്കുകയാണ്. അവനിപ്പോൾ കാർ ഉണക്കുകയാണ്. ഉണക്കുന്നു. is drying. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. he is drying the car now. അവൻ ഇപ്പോൾ കാർ ഉണക്കുകയാണ്. ഓക്കെ. The sun dries the pavement quickly. The sun dries the pavement quickly. The sun dries the pavement quickly. Pave. Okay? Pave. The sun dries the pavement quickly. വെയില് കൊണ്ട് നടപ്പാത വേഗത്തിൽ ഉണങ്ങുന്നു. സൺ ഡ്രൈ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉണക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ശരിക്കും അത് വെയിൽ കൊണ്ട് ഉണങ്ങുകയാണ്. അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ വെയിൽ കൊണ്ട് ഉണങ്ങുന്നു. ശരിക്കും ഈ സെൻറ്റൻസിൻ്റെ വാക്കർത്ഥം പറയുവാണെങ്കിൽ എന്താണ്? സൂര്യൻ ഉണക്കുന്നു. ദ സൺ ഡ്രൈസ്. സൂര്യൻ ഉണക്കുന്നു. ദ പേവ്മെൻറ്റ് നടപ്പാത. ക്വിക്ലി വേഗത്തിൽ. ഓക്കെ. സൂര്യൻ വേഗത്തിൽ നടപ്പാത ഉണക്കുന്നു. അതാണ് വാക്കർത്ഥത്തിൽ സെൻറ്റൻസ് മീൻ ചെയ്യുക. അതല്ല നമ്മൾ എന്താണ് മൊത്തത്തിലുള്ളൊരർത്ഥം പറയുവാണെങ്കിൽ എന്താണ്? സൂര്യനാണോ ഉണക്കുന്നത്? സൂര്യൻ്റെ പ്രകാശമേറ്റ് അല്ലെങ്കിൽ വെയിലേറ്റ് നടപ്പാത വേഗത്തിൽ ഉണങ്ങുന്നു. അതൊരു ഫാക്റ്റാണ്, വസ്തുതയാണ്. അതുകൊണ്ട് തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം V5 ഫോം. ഓക്കെ. ദ സൺ ഡ്രൈസ് ദ പേവ്മെൻറ്റ് ക്വിക്ലി. ദ സൺ ഡ്രൈസ് ദ പേവ്മെൻറ്റ് ക്വിക്ലി. ഇനി എന്ത് ചെയ്യണം? ടീച്ചറിൻ്റെ കൂടെ തന്നെ വായിക്കണം 3 തവണ. ഓക്കെ. ഐ വിൽ ഡ്രൈ ദ ഡിഷസ്. ഐ വിൽ ഡ്രൈ ദ ഡിഷസ്. യെസ്റ്റർഡേ ഷീ ഡ്രൈഡ് ഹർ ഹെയർ. യെസ്റ്റർഡേ ഷീ ഡ്രൈഡ് ഹർ ഹെയർ. യെസ്റ്റർഡേ ഷീ ഡ്രൈഡ് ഹർ ഹെയർ. The clothes have dried in the sun. The clothes have dried in the sun. The clothes have dried in the sun. He is drying the car now. 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 The sun dries the pavement quickly. The sun dries the pavement quickly. The sun dries the pavement quickly.
ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യണം? ഡ്രൈ എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ ഇവിടെ കോമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 3 വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ് വാക്കുകൾ നമ്മൾ ഇന്ന് പുതിയതായി പഠിച്ചത്? ക്ലീൻ, വൃത്തിയാക്കുക, അഴുക്കകറ്റുക. ഓക്കെ, ടൈഡി, അടുക്കി വയ്ക്കുക അല്ലേ? പിന്നെ 3 പഠിച്ചു ഡ്രൈ. ഓക്കെ, ക്ലീൻ V1 ഫോം ബേസ് ഫോം, ക്ലീൻ V2 ഫോം പാസ്റ്റ് ഫോം, ക്ലീൻഡ് V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ക്ലീൻഡ് V4 ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം, ക്ലീനിങ് V5 ഫോം തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം, ക്ലീൻസ്. ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്, ക്ലീനിങ്, ക്ലീൻസ്. അടുത്ത വാക്കാണ് ടൈഡി. V1 ഫോം ബേസ് ഫോം ടൈഡി, V2 ഫോം പാസ്റ്റ് ഫോം tidied, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം tidied, V4 ഫോം present participle form tidying, V5 ഫോം തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം tidies. സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കുക. 3 വാക്കാണ് ഡ്രൈ. ഓക്കെ, ഉണങ്ങുക, ഉണക്കുക. V1 ഫോം ബേസ് ഫോം ഡ്രൈ, V2 ഫോം പാസ്റ്റ് ഫോം dried, V3 form past participle form dried, V4 form present participle form drying, V5 form third person singular present form dries. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യണം? ഈ 3 വാക്കുകളും ക്ലീൻ, ടൈഡി, ഡ്രൈ, ഈ 3 വാക്കുകളുടെയും V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ ഇവിടെ കോമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഓട്ട മത്സരം തുടങ്ങാം. എല്ലാവരും ഒന്ന് കയ്യും കാലും ഒക്കെ കുളിക്കുക. ഓക്കെ, റെഡി ആയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങണ്ടേ? ഓക്കെ, നമുക്ക് ഓട്ട മത്സരം സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. റൺ, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked, kicking, kicks. Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. Teach, taught, taught, teaching, teaches. Bring, brought, brought, bringing, brings. Buy, bought, bought, buying, buys. Begin, began, begun, beginning, begins. Become, became, become, becoming, becomes. Dig, dug, dug, digging, digs. Do, did, done, doing, does. Forget, forgot, forgotten, forgetting, forgets. Forgive, forgave, forgiven, forgiving, forgives. Fall, fell, fallen, falling, falls. Feel, felt, felt, feeling, feels. Fight, fought, fought, fighting, fights. Find, found, found, finding, finds. Freeze, froze, frozen, freezing, freezes. Give, gave, given, giving, gives. Hear, heard, heard, hearing, hears.
Listen, listened, listened, listening, listens. Keep, kept, kept, keeping, keeps. Know, knew, known, knowing, knows. Lead, led, led, leading, leads. Lend, lent, lent, lending, lends. Rise, rose, risen, rising, rises. Sell, sold, sold, selling, sells. Spend, spent, spent, spending, spends. Advise, advised, advised, advising, advises. Push, pushed, pushed, pushing, pushes. Pull, pulled, pulled, pulling, pulls. Try, tried, tried, trying, tries. Fry, fried, fried, frying, fries. Cry, cried, cried, crying, cries. Clean, cleaned, cleaned, cleaning, cleans. Tidy, tidied, tidied, tidying, tidies. Dry, dried, dried, drying, dries. ഇന്ന് ടീച്ചറെ പറപ്പിച്ചിനല്ലേ? എനിക്കെന്നെ തോന്നി ഞാനിങ്ങനെ പറക്കുകയാണെന്ന്. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചിനോ എന്ന് പോലും ടീച്ചർക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ടീച്ചർ ഓടിയത്. നിങ്ങളും ഒപ്പം ഓടിക്കാണും. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തു തന്നെ ആയാലും മക്കളെ, ലാസ്റ്റ് അറ്റൻഡൻസ് ഇട്ടോളൂ. ഹാപ്പി ലേണിംഗ്.